ലൈവ് സ്ട്രീമുകളിൽ കൂടി നാട്ടുകാരുടെ തന്തക്കും തലക്ക് വിളി. അവനെ സപ്പോർട്ട് ചെയ്യുന്നവനെ തന്നെ നായിൻ്റെ മോനെ എന്ന് വിളിക്കുകയും ഇതാണ് ചേട്ടന്റെ ക്വാളിറ്റി. മക്കളെ, മറ്റൊരു ആശ്മകുഷ്മളമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ കാരണം എന്താണെന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. ഈ ചെയ്യാൻ കാരണം എനിക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയല്ലടാ എന്നുള്ളൊരു ചോദ്യം കൂടെ നിങ്ങളുടെ അടുത്തുണ്ടാവും. പക്ഷേ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഓൾറെഡി 1 മില്യൺ ആയും ചെയ്തു. പിന്നെ അത് മാത്രമല്ല 2-3 ദിവസത്തിലെ ഈ ചെക്കനെ എയറിൽ എല്ലാവരും കൂടി ഒന്നുകൂടി കയറ്റിയത് കാരണം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും തിരമാല അയക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും കുറേ കമൻറ്റുകൾ എക്സ്ട്രാ കുറേ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രാഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് കൂടെ ഒരു ലോഡ് നിറഞ്ഞു ഒലിച്ചതുപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു റിയാക്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസ് എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനെ തന്നെ പറയാം മാസ് എൻട്രി എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓനെ മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുറേ ടൈപ്പൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കുറേ ആൾക്കാർ സ്റ്റാറ്റസ് വെക്കുന്നതിൻ്റെ മുന്നേ ഇവൻ വരുന്നതിൻ്റെ മുന്നേ കുറേ തെറിയും പറഞ്ഞ് പാട്ട് പാടി കുറേ പച്ചക്ക് തെറിയും പറയുന്ന കുറേ പേര് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിനെക്കാട്ടും കൂടുതൽ നമ്മളെ കൺമുന്നിൽ കണ്ടിട്ടുള്ളത് ടിക്ടോക്കിലാണ്. നിങ്ങൾ ഇതിപ്പോൾ ഈ വീഡിയോ നാട്ടിൽ നിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ നമ്മൾ ഗൾഫിലുള്ളവർക്ക് നമുക്ക് ടിക്ടോക്കോട് വർക്കിംഗ് ആയതുകൊണ്ട് നമുക്കത് കറക്റ്റ് കാണാൻ പറ്റും. കാരണം മുന്നേക്കെ എന്ന് വെച്ചാൽ ടിക്ടോക്ക് കറക്റ്റ് നമ്മുടെ പിള്ളേരെ കയ്യിൽ. ഇപ്പോൾ എൻ്റെ മുന്നത്തെ ഞാൻ ചില കോമഡി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും മക്കൾ കുറേ ചെറിയ കുട്ടികൾ ആ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു മദർ തന്നെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കേൾക്കുന്നത് പലരെയും തെറി വിളിക്കുന്നത്, പച്ചക്ക് തെറി വിളിക്കുന്നത്, പിന്നെ പലരും പലരെക്കുറിച്ച് അനാവശ്യമായിട്ട് വളരെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ സ്ഥിരം ഇതന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ഥിരം ഇതന്നെ വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ മലയാളീസിൻ്റെ വീഡിയോസ് അധികം കൂടുതൽ വരുന്നത് ഇതേപോലെ തന്നെ തെറിയുടെ അഭിഷേകം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അതേപോലെ തുടങ്ങിയിട്ടുണ്ട്. അവർ ചെയ്ത അതിലുള്ള വീഡിയോസ് തന്നെ ഇതിലേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുന്നേ തുടങ്ങണമായിരുന്നു ഇത്. ഇപ്പോൾ ഒരാളെ മാത്രം വെച്ചിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നതിൽ ഞാൻ അത്ര വലിയ ഹാപ്പിയല്ല. ഞാൻ എൻ്റെ ഒരു ഇത് പറയണം. സോ ചെയ്യുമ്പോൾ എല്ലാവരെക്കുറിച്ചും ചെയ്യണം. കാരണം ഇങ്ങനെ ഒരാൾ ഇത്രയും ഫേമസ് ആയി എന്ന് വെച്ചുകൊണ്ട് ഇനി അതിൻ്റെ ഒരു ഹുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല. ഇവൻ്റെ മാത്രം കാര്യം പറഞ്ഞതിനെക്കാട്ടി നല്ലത് അവരുടെയും കൂടെ ഇതേപോലെ വെക്കണമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു നന്നായിട്ട് ചിന്തിക്കുന്നവരുടെ മൈൻഡ്സിൽ എന്തായാലും അത് കത്തിയിട്ടുണ്ട്. അങ്ങനെ പോകും. സോ നമുക്കെന്തായാലും ഇങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത്ര വലിയ രസമുള്ള കാര്യമില്ല. കാരണം നമ്മളങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. നമ്മൾ വീഡിയോസിൻ്റെ കമൻറ്റ്സ് മാത്രം റീഡ് ചെയ്യാറാണ്. കമൻറ്റ്സ് റീഡ് ചെയ്യലും നല്ല രസകരമായിട്ടുള്ള കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളിൽ കുറച്ച് രസകരമാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തരും. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി കമൻറ്റ്സ്. കണ്ണിൽ കാണുന്നവരോടൊക്കെ തള്ളക്കം വിളിക്കും, പച്ച അപരാധവും പറയും. അതാണ് ചേട്ടൻ്റെ വളർച്ചയുടെ പിന്നിൽ. I'm addicted, so I can't quit. ഇവിടെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ കൊണ്ടുവന്ന താരങ്ങൾക്ക് നീതി നിഷേധിച്ചപ്പോൾ ഒരുത്തനുമില്ലായിരുന്നു ചോദിക്കാൻ. ഒരു ഓല മെഡൽ പോലും ഇടാൻ അറിയാത്ത ഇജാതി വാണങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. ഇവനൊക്കെ എന്ത് കണ്ടിട്ടാണോ കുറെ വാണ ഫാൻസ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്? ഈ ഫാൻസ് എന്ന് പറയുന്നത് വെറും ഫാൻസ് അല്ല, കൊട്ടേഷൻ സംഘം എന്ന് തന്നെ പറയാം. ലൈവ് സ്ട്രീമുകളിൽ കൂടി നാട്ടുകാരുടെ തന്തക്കും തലക്ക് വിളി. അവനെ സപ്പോർട്ട് ചെയ്യുന്നവനെ തന്നെ നായിൻ്റെ മോനെ എന്ന് വിളിക്കുകയും ഇതാണ് ചേട്ടൻ്റെ ക്വാളിറ്റി. ഈ അച്ചിലുടിക്കും ഫാൻസ് ജാതി പാൽക്കുപ്പികളാണ് എന്തോ. മിസ്റ്റർ രാഘവൻ നായർ, ഈ പയ്യനുണ്ടല്ലോ KRP മിടുക്കനാ, ഇവൻ വലിയവനാകും. വെറുതെ ഇരുന്ന് സമയം കൊണ്ട് ക്യാമറയും തൂക്കി ചീത്ത വിളിച്ച് നടന്നാൽ മതിയായിരുന്നു. അച്ഛൻ കുറെ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ, അതുകൊണ്ട് പച്ചക്കുതിരയിലെ ദിലീപിനെ പോലുണ്ട്. കോപ്പിക്ക് എന്ത് കഴിവ് എന്ന് ചോദിച്ച് കമന്റ് ഇടുന്നവർ ഒന്ന് ആലോചിക്കുക. നമ്മളെ ഭരിക്കുന്നവർക്ക് എന്ത് കോപ്പിലെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് വോട്ട് ചെയ്യുന്നതെന്ന്. അതിലും വലിയ അധപതനം ഒന്നും അല്ലല്ലോ ഇവൻ. വല്യപ്പച്ച ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഈ പഠിപ്പൊക്കെ നിർത്താം, സെക്രട്ടറി ആക്കണമൊന്നുമില്ല. ഇതെന്ത് തേങ്ങ, വിവരമില്ലാത്തവരെ മാത്രം കാണുന്ന ലോകം. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. മലയാളികളിലും മണ്ടന്മാരുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ ഊളകളെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരെ കാണുമ്പോഴാണ്. എന്താ ഞാനങ്ങ് ഇറങ്ങുവാ, ഒരു ലയന ചർച്ചയുണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണോ? ആരെങ്കിലും ഒക്കെ ആയിട്ട്
കുറെ ഉണ്ടല്ലോ.